കോർപ്പറേഷൻ BJP കൗൺസിലർ ആർ സുഗതനെതിരായ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചത് കാപ്പ ഉപദേശക സമിതിയും ശരിവെച്ചു. 6 മാസത്തേക്ക് ജയിലിൽ തുടരാൻ ഉത്തരവ്. ഹൈക്കോടതി ജാമ്യം നൽകിയില്ലെങ്കിൽ സ്ഥാനം നഷ്ടമാകും. ചേട്ടാ, നമ്മുടെ വാഴോട്ടോളം വാർഡ് കൗൺസിലർ ആർ സുഗതനെ ജയിലിലടച്ച ശരിവെച്ചുകൊണ്ട് കാപ്പ ഉപദേശക സമിതിയുടെ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചടിയാകുമോ? ഒരു തിരിച്ചടിയാവില്ല. ഇതൊരു പ്രതീക്ഷിച്ച ഒരു തീരുമാനം തന്നെയാണ് വന്നത്. LDFന്റെ സർക്കാരിന്റെ കാലത്തുണ്ടാകുന്ന BJPക്കെതിരായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെ UDFന്റെ സർക്കാരിന്റെ കാലത്തും ഉണ്ടാകുന്നു എന്നേ ഉള്ളൂ. അതൊരു തിരിച്ചടിയായിട്ട് കാണുന്നില്ല. നിയമത്തിന്റെ വഴി കൂടെ പോകും. ഇതിന് മുകളിലുള്ള കോടതികളിലേക്ക് പോകും. നിയമത്തിന്റെ ആനുകൂല്യം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സുഗതൻ തിരിച്ചറിഞ്ഞു വരും. കാപ്പ കേസ് ആർ സുഗതനും BJPക്കും തിരിച്ചടി. ജയിലിൽ അടച്ചത് ശരിവെച്ച് കാപ്പ ഉപദേശക സമിതി. എന്താ അല്ലേ, വീണ്ടും തിരിച്ചടി എന്നുള്ള തരത്തിൽ മാപ്രകൾ അങ്ങ് കോരെ ആഘോഷിക്കുകയാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് തിരിച്ചടി എന്ന് മനസ്സിലാവുന്നില്ല. കാരണം BJP നേതൃത്വം പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവർ പച്ചയ്ക്ക് അത് തുറന്നടിച്ചിട്ടും ഉണ്ടായിരുന്നു. ഈ പറയുന്ന രീതിയിൽ കാപ്പ സമിതിയിൽ നിന്നും ഉപദേശക സമിതിയിൽ നിന്നും ഒരു തരത്തിലുമുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടും അവർ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് 100% സുഗതനെ അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ റിസൾട്ട് വരുമെന്നുള്ളത് അവർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. BJP നേതൃത്വം തന്നെ തുറന്നടിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത് എന്താണ്? ഈ കാപ്പ ഉപദേശക സമിതിയിൽ ഇരിക്കുന്നത് അത്രയും ഇടതുപക്ഷ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് നിയമിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയും ഈ ഒരു സമിതിയിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് സുഗതൻ എന്തായാലും ഉണ്ടാവുമെന്ന് BJP നേതൃത്വം തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് BJP തന്നെ തുറന്നടിച്ച് പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ അവരെന്തോ പ്രതീക്ഷിക്കാതെ ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയായിട്ട് ഇതിനെ കരുതുമോ? ഒരിക്കലും ഇല്ല. അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത് മുഴുവൻ ഹൈക്കോടതിയിലാണ്. അതായത് സുഗതൻ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി എന്ത് വിധിയാണ്, അതായത് ജാമ്യം അനുവദിക്കുമോ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് പരോൾ അനുവദിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ BJP അല്ലെങ്കിൽ സുഗതൻ ഇപ്പോൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് മുഴുവൻ ഹൈക്കോടതിയിലാണ്. അല്ലാതെ ഈ കാപ്പ ഉപദേശക സമിതിയിൽ ഒരു തരി പ്രതീക്ഷ BJPക്ക് ഇല്ലായിരുന്നു എന്നുള്ളത് അവർ തന്നെ പച്ചയ്ക്ക് തുറന്നടിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഹൈക്കോടതിയിൽ നിന്നും എന്താണ് വിധി വരുന്നത്? അത് സുഗതന് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ? സുഗതന് ജാമ്യം ലഭിക്കുമോ അതല്ല സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് പരോൾ ലഭിക്കുമോ അതല്ല ഇതൊന്നും തന്നെ ലഭിക്കത്തില്ലേ? അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ കാപ്പ ഉപദേശക സമിതിയുടെ ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ട് BJPയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ BJP ഞെട്ടാനും പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും തീരുമാനം വരട്ടെ. ഹൈക്കോടതിയിൽ ഇപ്പോൾ സുഗതൻ പോയിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി തീരുമാനം എന്താകും എന്നുള്ളതാണ് നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. അതിൽ സുഗതന് അനുകൂലമായിട്ട് തീരുമാനം ഉണ്ടായാൽ അത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതല്ല പ്രതികൂലമായിട്ടാണ് തീരുമാനം ഉണ്ടാവുന്നതെങ്കിൽ സുഗതനെ സംബന്ധിച്ചോളം ജയിലിൽ തുടരേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തോതിൽ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് പിന്നെ അയോഗ്യതയിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചിലപ്പോൾ ആ വാർഡിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അപ്പോഴും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സുഗതൻ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കാനായിട്ട് നിന്നാലും സുഗതൻ അല്ല ഇനി മറ്റാരെങ്കിലും അവിടെ മത്സരിക്കാനായിട്ട് നിന്നാൽ പോലും അത് BJPക്ക് ഗുണകരമായിട്ട് നിലവിലത്തെ സിറ്റുവേഷനിൽ മാറാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സമയം ഇനിയും കിടക്കുകയല്ലേ. ഇനി ഹൈക്കോടതി എന്താണ് പറയുന്നതെന്ന് നോക്കിയിട്ട് മാപ്രകൾക്ക് ഇതുപോലെ BJPക്ക് തിരിച്ചടി സുഗതന് തിരിച്ചടി എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അല്ലാതെ കാപ്പ ഉപദേശക സമിതിയുടെ ഈ ഒരു റിസൾട്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയോ അല്ലെങ്കിൽ അവർ ഞെട്ടലായി കാണുന്ന ഒരു കാര്യമോ അല്ല. അവർ ഓൾറെഡി പ്രതീക്ഷിച്ച ഒരു കാര്യം ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് മാത്രം.